പ്രിൻസ് ആൻഡ് ഫാമിലി നമ്മുടെ ജനപ്രിയ നായകനായ ദിലീപേട്ടൻ്റെ പുതിയതായി ഇറങ്ങിയ സിനിമയാണ്. തിയേറ്ററുകളിൽ കറൻറ്റ്ലി വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ ഒരു സിനിമയെ ബേസ് ചെയ്തിട്ട് ഈ ഒരു സിനിമയുടെ റിലീസ് ടൈമിൽ ഒരു ചെറിയൊരു ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അഥവാ നമ്മുടെ കുറച്ച് ഫേമസ് യൂട്യൂബേഴ്സ് ഈ പടത്തിന് ഒരു ബിലോ ആവറേജ് നെഗറ്റീവ് റേഞ്ചിലുള്ള റെസ്പോൺസാണ് കൊടുത്തത്. അതേസമയം ഓഡിയൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ മെജോറിറ്റി ഓഡിയൻസും ഈ ഒരു പടത്തിന് പോസിറ്റീവ് റെസ്പോൺസാണ് കൊടുത്തത്. അതുകൊണ്ട് കുറേ പേര് ഈ ഫേമസ് യൂട്യൂബേഴ്സിൻ്റെ കമൻസിലൊക്കെ പോയി പെയ്ഡ് റിവ്യൂ, അതുപോലെ കുറേ രീതിയിലുള്ള ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യുന്ന കമൻസൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ ആയതായിരുന്നു. ബട്ട് ആ ഒരു സിറ്റുവേഷനെ പറ്റിയുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കും ഞാനൊരു വീഡിയോയിൽ സംസാരിക്കാൻ പോകണം. അത് പറയുന്നതിന് മുന്നേ തന്നെ പടം ഞാൻ കണ്ടിട്ടുണ്ട്. പടത്തിനെ പറ്റിയുള്ള എൻ്റെ ഒരു ബേസിക് ഒപ്പീനിയൻ പറയും. പടം എനിക്കിഷ്ടമായി, ഒരു നല്ലൊരു സിനിമ തന്നെയായിട്ട് ഫീൽ ചെയ്ത് ഫാമിലിയൊക്കെ ആയിട്ട് തിയേറ്ററിൽ പോയി കാണാൻ വേർത്തായിട്ടുള്ള ഒരു പടം തന്നെയാണ്. കുറച്ച് കാലത്തിന് ശേഷം കുറച്ചും കൂടി മെച്ചപ്പെട്ടൊരു ദിലീപേട്ടൻ്റെ സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും. പെർഫോമൻസൊക്കെ എല്ലാവരും നന്നായി ചെയ്തു. മേക്കിംഗ് വൈസ് മേക്കേഴ്സ് ഈ പടത്തിന് എന്തൊക്കെയാണ് ആവശ്യം അത് അവർ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് നന്നായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് ട്രാക്സ് ഒക്കെ നന്നായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ടോട്ടാലിറ്റി നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമ എൻ്റർടൈനർ തന്നെയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പടത്തിൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. അഥവാ എനിക്ക് പടത്തിൻ്റെ എൻഡിങ് സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമായില്ല. വളരെ ജനറിക് ക്ലീഷേ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒട്ടും സാറ്റിസ്ഫൈങ് അല്ലാത്തൊരു എൻഡിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത്. അല്ല, പടത്തിൻ്റെ തുടക്കത്തിലൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അഥവാ ഒരു പോയിന്റ് വരെ പടം കുഴപ്പമില്ല കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളൊരു വൈബിലാണ് പോകുന്നത്. പിന്നെ ഒരു പടം ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് പടം ഒന്ന് ഒരു എന്താ പറയുക ഗ്രിപ്പ് പിടിച്ച് വരുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് പടം നല്ല രസമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ പടത്തിൽ നമ്മുടെ ദിലീപേട്ടൻ്റെ ക്യാരക്ടറും അതുപോലെ മെയിൻ ഹീറോയിൻ ക്യാരക്ടറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ഒട്ടും വർക്കായില്ല. അവസാനം അതും വെച്ച് കുറേ ഇമോഷണൽ പരിപാടികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു രീതിയിലുള്ള ഇമ്പാക്റ്റും ചെയ്യാതെ പോയ ഒരു ഭാഗമായിരുന്നു സിനിമയത്തത്. കുറച്ചും കൂടി സമയമെടുത്ത് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തേനെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഡെഫിനറ്റ്ലി ഇഷ്യൂസ് ഉള്ള ഒരു സിനിമയാണെങ്കിൽ ടോട്ടാലിറ്റി ഒരു നല്ലൊരു എൻജോയബിൾ പടം തന്നെയായിട്ടാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എനിക്ക് ഫീൽ ചെയ്തത്. ഡെഫിനറ്റ്ലി ഫാമിലിയോടൊപ്പം തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന പടം തന്നെയാണ്. ഇനി പടത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് കുറേ പേര് ഈ പടം കണ്ടിട്ട് ഈ റിവ്യൂവേഴ്സിൻ്റെ ഒക്കെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് കൊള്ളേണ്ടവർക്ക് കൊണ്ടു എന്നുള്ള രീതിയിലുള്ള ഒരു കമൻസ് ഒക്കെ ഇടുന്നത് ഞാൻ കണ്ടു. ഞാൻ ഈ പടം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പടം ഒരു പോയിന്റിൽ പോലും എനിക്ക് റിവ്യൂവേഴ്സിൻ്റെ എഗൻസ്റ്റ് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്തില്ല. അഥവാ ഈ ഒരു സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, പക്ഷേ അത് നിങ്ങളുടെ അഭിപ്രായമായിരിക്കണം, നിങ്ങളുടെ മാത്രം. ഈ റിവ്യൂവേഴ്സൊക്കെ അവരുടെ ഒരുവിധം എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യം, ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. അഥവാ ആ ഒരു ഡയലോഗ് എനിക്ക് റിവ്യൂവേഴ്സിനൊക്കെ സപ്പോർട്ട് ചെയ്ത് പറയുന്നവരെ ഒരു പോയിന്റിൽ ഫീൽ ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതിൻ്റെ അപ്പുറത്ത് എനിക്ക് ഈ പടത്തിൽ സോഷ്യൽ മീഡിയയും അതുപോലെ ഫെയിമിനെയും പറ്റിയിട്ടാണ്, ഫെയിം തലക്കി പിടിച്ചാൽ വരുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് ഈ സിനിമയിൽ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു മോഡേൺ ഓഡിയൻസിനോടൊപ്പം ഏറ്റവും എളുപ്പ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ ആ ഒരു മെസ്സേജ് ഓഡിയൻസിലേക്ക് നല്ല രീതിയിൽ എത്തിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു പ്ലാറ്റ്ഫോം ആയിട്ട് മാത്രം എനിക്ക് സോഷ്യൽ മീഡിയ ഫീൽ ചെയ്തത്. ബട്ട് ദ തിങ് ഈസ് സോഷ്യൽ മീഡിയയും ഫെയിം തലക്കി പിടിക്കലിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമ വരുമ്പോൾ അതിന് നെഗറ്റീവ് റെസ്പോൺസ് കിട്ടി ഓബിയസ്ലി ആൾക്കാർക്കൊക്കെ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഇത് പെയ്ഡ് റിവ്യൂ ആണോ എന്നുള്ള രീതി. പക്ഷേ അതിനെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല അൺടിൽ ദർ ഈസ് പ്രൂഫ് ഓർ എവിഡൻസ് ദാറ്റ് ഇതൊക്കെ പെയ്ഡ് റിവ്യൂ ആണെന്നുള്ള കാര്യം. അൺടിൽ ദെൻ എൻ്റെ ഒരു ദിവസം എന്തിനാണ് നമ്മൾ വെറുതെ ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ ഈ ഫേമസ് യൂട്യൂബ് റിവ്യൂസൊക്കെ എടുത്ത് നോക്കിയാൽ അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ സിനിമകൾ, അവർ പോസിറ്റീവ് കൊടുത്ത കുറേ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്, അവർ നെഗറ്റീവ് കൊടുത്ത കുറേ സിനിമകൾ വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ വലിയൊരു എക്സാമ്പിളാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ. നെഗറ്റീവ് കിട്ടിയിട്ട് ഈ പടം വിജയകരമായി ഇടുന്നു. കാരണം എന്താ? ബിക്കോസ് ഈ റിവ്യൂവേഴ്സ് പറയുന്ന ഒന്നും അല്ല മെയിൻ. എന്താണ് പടത്തിൻ്റെ മെജോറിറ്റി ആൾക്കാർ പറയുന്നത്? അഥവാ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി എന്ന് വേണമെങ്കിൽ വേറെ ഭാഷയിൽ പറയാം. അഥവാ ഇപ്പം നമ്മുടെ അപ്പുറത്തെ വീട്ടിലത്തെ ചേട്ടൻ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആൾക്കാർ, നമ്മുടെ ഫാമിലി റിലേറ്റീവ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, ഇവരൊക്കെ ഈ സിനിമയെ പറ്റി എന്തു പറയുന്നു അതാണ് മാറ്റർ ചെയ്യുന്നത്. മെജോറിറ്റി ആൾക്കാർക്ക് ഇപ്പോഴും വേർഡ് ഓഫ് മൗത്ത് ഈസ് വാട്ട് മാറ്റേഴ്സ്. മെജോറിറ്റി ഓഫ് ദി ഓഡിയൻസ് എന്താണോ ഒരു സിനിമയെ പറ്റി പറയുന്നത് അതാണ് ഒരു പടത്തിൻ്റെ വിജയവും പരാജയവും ഒക്കെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അല്ലാണ്ട് ഈ റിവ്യൂവേഴ്സ് അവരൊന്നും അല്ല. പക്ഷേ ഡെഫിനറ്റ്ലി റിവ്യൂസിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഡെഫിനറ്റ്ലി റിവ്യൂസ് കണ്ടിട്ട് പോകുന്ന ചില ഓഡിയൻസ് ഡെഫിനറ്റ്ലി നമ്മുടെ ഇടയിലുണ്ട്. ആൻഡ് ഈ റിവ്യൂസ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി. പക്ഷെ അവർ കാരണം ഒരു സിനിമ പരാജയപ്പെടുമോ, അവർ കാരണം ഒരു സിനിമ വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും പ്ലോസിബിൾ അല്ല ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ പേഴ്സണലി ഫീൽ ചെയ്തത്, അഥവാ ഈ ഒരു സിനിമ ഫെയിം തലക്കി പിടിക്കുന്നവരെ പറ്റിയിട്ട് മാത്രമല്ല, വെറുതെ ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു മെസ്സേജ്, നല്ലൊരു മെസ്സേജ് ഈ സിനിമയിലൂടെ പറയുന്ന പോലെ ഫീൽ ചെയ്തു. അത് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ കറൻ്റ്ലി ഒരു ഫേമസ് യൂട്യൂബ് റിവ്യൂവർ ഒരു സിനിമയെ പറ്റി ഒരു നെഗറ്റീവ് റിവ്യൂ ഇട്ടാൽ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ ഫുൾ ആ പടത്തിനെ പറ്റി നെഗറ്റിവിറ്റി ആയിരിക്കും. അതേസമയം ബാക്കിയുള്ള റിവ്യൂസൊക്കെ ആ പടത്തിനെ പറ്റി പോസിറ്റീവ് പറയുകയാണെങ്കിൽ അവരുടെ കമൻറ്റ് സെക്ഷൻ ഫുള്ളും പോസിറ്റിവിറ്റിയാണ്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും
ഈ പകുതി മുക്കാൽ പോസിറ്റീവ് പറയുന്ന ആൾക്കാരും നെഗറ്റീവ് പറയുന്ന ആൾക്കാരും പടം കണ്ടിട്ടില്ല. ഇതൊക്കെ ഫുൾ ഫേക്കാണ്. ഇതൊന്നും അവരുടെ അഭിപ്രായമല്ല. ഇതിന്ന് പകുതി മുക്കാലും വ്യൂവേഴ്സ് അല്ല, പകുതി മുക്കാലും വെറുതെ ട്രോൾ ചെയ്യണം, പകുതി മുക്കാലും വെറുതെ ഹേറ്റഡ് സ്പ്രെഡ് ചെയ്യാൻ നോക്കണം. ചിലവരൊക്കെ പെയ്ഡ് വർക്കാണെന്ന് നമുക്കറിയാം. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ജെന്യുവൻ ആയിട്ടുള്ള ഒപ്പീനിയൻ ഒന്നും അല്ല ഇപ്പം നമ്മൾ ഈ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നോക്കുമ്പോൾ കിട്ടുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇതുപോലെ ഫേക്ക് ആയിട്ടുള്ള ഒപ്പീനിയൻസും ഫേക്ക് ആയിട്ടുള്ള റെസ്പോൺസും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലൂടെയും കമൻറ്റ് സെക്ഷനിലൂടെയും കൊടുക്കുന്ന ആ ഒരു സെക്ഷൻ ഓഫ് ഓഡിയൻസ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് അല്ലെങ്കിൽ പെയ്ഡ് വർക്കേഴ്സ്, ഇവരുടെയും അതുപോലെ ഞാൻ ഒരിക്കലും പറയില്ല യൂട്യൂബിലുള്ള എല്ലാവരും മാന്യന്മാരാണെന്ന്, ഒരിക്കലും അല്ല. ദർ ഈസ് ഡെഫിനറ്റ്ലി എ സെക്ഷൻ ഓഫ് യൂട്യൂബ്, അതൊരു മൈനോറിറ്റിയാണ്, പക്ഷേ ഒരു സെക്ഷൻ ഉണ്ട് ഹു ആർ ട്രൈങ് ടു സ്പ്രെഡ് ഹേറ്റ്രഡ് വിത്ത് ദെയർ പോപ്പുലാരിറ്റി. അഥവാ അവരുടെ ചാനലിലൂടെ അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്ന ചില യൂട്യൂബേഴ്സ് ഉണ്ട്. പക്ഷേ അവരുടെ പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞു ലിമിറ്റ് കടന്നു പോയി കഴിഞ്ഞു. അഥവാ ഇനി നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ബിസിനസ്സാണ്. പണത്തിന് വേണ്ടി അവരെന്തും ചെയ്യാൻ തരാം. അതാണ് ഒരു സാഡ് ഫാക്ട് അബൌട്ട് ദ കറന്റ് സിനാരിയോ ഓഫ് സോഷ്യൽ മീഡിയ ആൻഡ് എവരിത്തിങ്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ ഓഫ് യൂട്യൂബ്, അതുപോലെ ഈ ഒരു സെക്ഷൻ ഓഫ് ഓഡിയൻസ്, വ്യൂവേഴ്സ് അല്ലെങ്കിൽ പെയ്ഡ് വർക്കേഴ്സ്, അവരുടെ എഗൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു സിനിമയുടെ മെസ്സേജിൽ നിൽക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ജനറൽ ഓഡിയൻസിനുമുള്ള ഒരു മെസ്സേജാണ്. അഥവാ നിങ്ങൾ ആരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുക, ഫേമസ് ആവുക, യൂട്യൂബർ ആവുക എന്നുള്ള കാര്യമൊന്നും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ തുടങ്ങിയ ആ ഒരു സ്ഥാനം മറക്കരുത്. ഒരിക്കലും ഫെയിം നമ്മുടെ തലയ്ക്ക് പിടിക്കരുത്. ഒരിക്കലും നമുക്കുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് നാശത്തിന് വേണ്ടിയിട്ടോ ഹേറ്റഡിന് വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്നത് ഒരു നല്ലതും നമുക്ക് നേടിത്തരാൻ പോകുന്നില്ല. ആ ഒരു മെസ്സേജിങ് ഡെഫിനറ്റ്ലി ഇതിനു മുന്നേയും സിനിമകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ കാരണം ഉണ്ടായ ആ ഒരു സിറ്റുവേഷൻസും അത് കാരണം ഉണ്ടായ കുറച്ച് ഇഷ്യൂസും ഡെഫിനറ്റ്ലി ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് തന്നെ ഓഡിയൻസിൻ്റെ മുകളിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു രീതിയിൽ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇനി ഓഡിയൻസ് ഇൻസ്റ്റെഡ് ഓഫ് അവർ ഫുൾ ഇൻഫ്ലുവൻസും അവരുടെ ഫേവറേറ്റ് റിവ്യൂവേഴ്സ് അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ വിശ്വസിക്കുന്നതിന് പകരം അവരായിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കും. അവർക്കൊരു സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ സിനിമ അവർ കാണും, അവരുടെ പൈസ കൊടുത്ത് കാണും. അത് മോശമാണെങ്കിൽ അവർ മോശമാണെന്ന് പറയും, അത് നല്ലതാണെങ്കിൽ അവർ നല്ലതാണെന്ന് പറയും. പക്ഷെ അത് അവരുടെ അഭിപ്രായമായിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു നല്ലൊരു ഇൻഫ്ലുവൻസ് തന്നെ ആയിരിക്കും. ഞാൻ പറയല്ല നാളെ മുതൽ എല്ലാവരും റിവ്യൂസൊക്കെ കാണാൻ നിർത്തിയിട്ട് എല്ലാ സിനിമകൾക്കും പോകുന്നു, അതൊന്നും ഒരിക്കലും നടക്കില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ചിലവർ അവരുടെ മൈൻഡ് എന്തായാലും ഈ ഒരു സിറ്റുവേഷനും പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കാരണം മാറ്റിയിട്ടുണ്ടാവും. അതുപോലെ ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ എനിക്ക് ഒരു കാര്യം കൂടി പറയണമെന്ന് തോന്നി. ഇപ്പം നമ്മുടെ ഫേമസ് റിവ്യൂവേഴ്സ് അശ്വന്ത് കൊക്ക് ആണെങ്കിലും നമ്മുടെ ലൈഫ് ഓഫ് ഷസാം, റീലോഡ് മീഡിയ, ഉണ്ണി വ്ളോഗ്സ്, അങ്ങനെ കുറേ ഫേമസ് യൂട്യൂബ് റിവ്യൂവേഴ്സ് ഉണ്ട്. ഇവരുടെയൊക്കെ വീഡിയോ ഇവരാരും ഇടുന്നത് ഒരു സിനിമേനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു സിനിമേനെ താഴ്ത്തി അത് പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഇവരൊക്കെ നമ്മളെപ്പോലെ സിനിമാ ലവേഴ്സാണ്. ഹോപ്പ്ഫുള്ളി ഇവരൊന്നും ആരും പെയ്ഡ് റിവ്യൂവേഴ്സ് അല്ലായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതിന് പ്രൂഫ് കിട്ടുന്നവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ലെറ്റ്സ് നോട്ട് ത്രോ ആലിഗേഷൻസ്. അതുവരെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇവരുടെയൊക്കെ വീഡിയോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വളരെ എൻ്റർടൈനിങ് ആണ്. അവരുടെയൊക്കെ വീഡിയോ നമ്മൾ എത്ര ശോകമുള്ള ദിവസമാണെങ്കിലും എത്ര സങ്കടകരമായ ദിവസത്തിലാണെങ്കിലും ഇവരുടെയൊക്കെ വീഡിയോസ് കണ്ടാൽ നമുക്ക് ചിരി വരും. കാരണം അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി ആണെങ്കിലും അവർ സംസാരിക്കുന്ന രീതിയാണെങ്കിലും ഓരോരോ കാര്യങ്ങൾ പറയുന്ന രീതിയാണെങ്കിലും നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് സ്പ്രെഡിങ് ഹേറ്റഡ് ഇവരുടെയൊക്കെ വീഡിയോൻ്റെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ നോക്കാം. എന്തൊക്കെയാണെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ലെറ്റസ് സെലിബ്രേറ്റ് സിനിമ, ലെറ്റസ് ലവ് സിനിമ, ലെറ്റസ് എംബ്രേസ് സിനിമ ആൻഡ് വിജയം അർഹിക്കുന്ന സിനിമകളൊക്കെ വിജയിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഈ ഒരു ഹോൾ സിറ്റുവേഷനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ മീ. ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.